ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, അതായത് നെല്ലിക്കുത്ത്. കാരണം ഉമ്മക്ക് ചെറിയൊരു ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് ഇന്നലെ വർക്ക് ഉണ്ടായിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങള് നേരെ പോകുന്നത് എന്റെ ഉമ്മാന്റെ വീട്ടിലും പിന്നെ ബാങ്കൊക്കെ ഒന്ന് പോകണ്ടായി. ബാങ്ക് ഒന്ന് ബാങ്കിലേക്ക് പോകുട്ടോ. എന്നാ വരിക പോയിട്ട് എപ്പോഴേലൊക്കെ വരും, ടീ വെട്ടുമ്പോ വരും. ഇനി കുറച്ച് വരുള്ളൂ. കാരണം ഇപ്പൊ സെം ലീവ് ആയിരുന്നു. ഇനി ഒരു ലാസ്റ്റ് സെമ്മക്കാണ് പോകുന്നത്. അതായത് സിക്സ്താ ഫോർത്താ സിക്സ്ത് സെമ്മക്കാണ്. ഫിഫ്താ കഴിഞ്ഞോ? ഫിഫ്ത്ത് ലാസ്റ്റ് ഇയർ. അപ്പൊ ഇനി സെമ്മില്ല, ഒരു സെമ്മും കൂടെ ഉണ്ടാവും. ഫിഫ്ത്ത് ഉണ്ടാവും, സിക്സ്ത് ഉണ്ടാവും. ഫിഫ്ത്ത് ആണ് ഞാൻ എഴുതാൻ പോണത്. അപ്പൊ ഇനി ഫിഫ്ത് സെമ്മക്കാണ് പോകാനുള്ളത്. അപ്പൊ മഞ്ചേരിയിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാന് ബൈക്കിലാണ്. ഒരു ദിവസം കാറിൽ ഇൻട്രോ ഉണ്ടാക്കും, ഒരു ദിവസം ബൈക്കിൽ ഉണ്ടാക്കും. അങ്ങനെ വെറൈറ്റി ഇൻട്രോകളാണ് ഹസ്റ്റാസ് ബ്ലോക്കിലുള്ളത്. താമരശ്ശേരിയിലുള്ള ഒരു പള്ളിയാണ്. അതിന് ആ ഉണ്ടാക്കിയ ആർക്കിടെക്ചറിന് എന്തൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഞ്ചേരിക്ക് ഇങ്ങനെ പോകുമ്പോ ഈ വഴി ഭയങ്കര ഇഷ്ടമാണ്. ഈ വഴി കൊണ്ട് അങ്ങനെ ഒരു വേറെ സ്പോട്ട് ഉണ്ട്, അവിടെ ഞാൻ കാണിച്ചു. പിന്നുള്ളത് ഈ സ്ഥലക്ക് പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര ഡേഞ്ചർ സ്പോട്ടാണ് കേട്ടോ. ഒരുപാട് ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, ഒരുപാട് മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈവൻ ഞങ്ങൾ ഉപ്പച്ചിക്കടക്കം, അതായത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ, അതായത് ഉപ്പച്ചിയുടെ കല്യാണം കഴിയണതിന്റെ മുന്നേ തന്നെ ഇവിടുന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. തല ചുറ്റും തുന്നാന്നൊക്കെ പറയണ കേൾക്കാം. ബാങ്ക് എത്തി, മഞ്ചേരി ഫെഡറൽ ബാങ്കിലാണ്. അപ്പൊ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മഞ്ചേരി ബാപ്പുട്ടി ബൈപ്പാസിലാണ്, തുറക്കൽ ബൈപ്പാസിൽ. ഇവിടൊക്കെ ചെറിയ കുട്ടിയായിരുന്നു ഞങ്ങൾ സ്കൂൾക്ക് പോകുക ഈ വൈക്കൂടെ ആയിരുന്നു. അന്ന് ഓട്ടോറിക്ഷയൊക്കെ ആയിരുന്നു. ഒരു ഷോപ്പിലായിരുന്നു ഇവിടെ. ഇപ്പൊ ഇവിടെ ഇപ്പൊ റിച്ച് സ്ഥലമായിരുന്നു. പ്രീമിയർ റോഡ് എന്നപ്പോ ഇങ്ങോട്ട് പറയാം. അതായത് ഫുള്ള് ബ്രാൻഡഡ് ആയിക്കാണ്ടുള്ള ഷോപ്പുകള്. വണ്ടിൻ്റെത്, ഡ്രസ്സിൻ്റെത്, ഇപ്പൊ വുമൻസ് ആവട്ടെ മെൻസ് ആവട്ടെ, ഫുള്ള് ബ്രാൻഡ് ആയിക്കാണ്ടുള്ള ഷോപ്പുകള്. അടിപൊളിയാണ് ഇവിടെ. പെരുന്നാക്കൊക്കെ ഈ റോഡ് ഭയങ്കര റഷാണ്. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ മെയിൻ സ്ഥലം പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലേക്കാണ്ടാണ്. പിന്നെ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഫുള്ള് സർക്കസ് ആയിരുന്നു. പണ്ട് സർക്കസ് ആയിരുന്നു ഇവിടെ. ഈ ഭാഗം ഫുള്ള് സർക്കസ്, ഫുള്ള് പാടം. അതായത് നിരന്ന് കിടക്കുന്ന ഈ ഉണങ്ങി കിടക്കുന്ന പാടെന്നൊക്കെ പറയും, അങ്ങനത്തെ പാടായി. ജംബോ സർക്കസ്, മുംബൈ സർക്കസ്, അതൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ. ഞങ്ങളൊക്കെ അതിനൊക്കെ വരും. നല്ല രസമായി. ഫ്ലോര് പറഞ്ഞു ഞാൻ ഓഫാക്കി ചെയ്ത്. ഇപ്പൊ എനിക്ക് ആ ഫ്ലോ കിട്ടണില്ല. US പോളോന്റേത്, പിന്നെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഈ റോഡിന് വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു ഷോപ്പ് മാത്രമുള്ള ആ ഒരു പെട്ടിപ്പീടിയല്ലേ, അത് മാത്രമുള്ള. ഇപ്പൊ അതവിടെ ഈ പള്ളിക്ക് ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു. അരച്ചൊള്ളി, ഓട്ടോ, സാപ്പ്, ഫുള്ള്. ഇവിടെ ഇപ്പൊ പുതിയ വന്ന സൂപ്പർ മാർക്കറ്റാണ് ഇത്. ബിസ്മി അല്ല കേട്ടോ, ഇത് ബിസ്മി മാത്രാണ്. അപ്പൊ ഞങ്ങൾ മുള്ളമ്പാറ അങ്ങാടിയിലെത്തി. ഇങ്ങോട്ട് വേറെ എന്തോ ഒരു പറയും, എന്തോ ഒരു പാട്ടങ്ങാടിയോ, ഈ ഒരു അങ്ങാടിക്ക് അങ്ങനെ ഒരു പേരുണ്ട് കേട്ടോ, പാട്ടങ്ങാടി. മുള്ളമ്പാറ ബോർഡിലൊക്കെ അതാണ്. അപ്പൊ അമ്മോന്റെ കുട്ടിക്ക് കുറച്ച് ലേസ്, കൊടല് എന്നൊക്കെ പറയും ഞങ്ങൾ, അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓനക്ക് എൻ്റെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉമ്മ വരുന്ന കാത്തു നിൽക്കും, എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാകുമല്ലോ എന്ന് കേട്ടിട്ട്. ചെറിയ ആളിട്ടാവും, ഓനെ നിരാശപ്പെടുത്തരുതല്ലോ. നല്ല പെട്ടെന്ന് പോകാണ്. കാരണം കണ്ടോ മഴക്കാർ സ്പീഡ് പോകുന്നുണ്ട്. നല്ല ബ്ലാക്കായി നിൽക്കുന്നുണ്ട് മാനം. പിന്നെ ഇവിടെ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു വിചാരിച്ചൊരു കാര്യമാണ്, ഈ വീടുണ്ടല്ലോ, ഇതിന്റെ ഫ്രണ്ടിനെ കല്യാണം കഴിച്ച വീട് കേട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്ത്, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ
ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ. അതായത് എങ്ങനെയാണ് പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ വീട്, അവളെ കല്യാണം കഴിച്ച വീടാണ് അത്. എൻ്റെ ഉമ്മാന്റെ തൊട്ട വീട്ടിലേക്ക്. യെസ്, വി ആർ പ്ലാൻ ചെയ്ത കല്യാണമാണ്. അങ്ങനെ ഞങ്ങൾ ഉമ്മച്ചിന്റെ വീട്ടിലേക്ക് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഉമ്മാന്റെ വീട്. എന്തൊക്കെ പണിയില്ല തോന്നുന്നുണ്ട്. ആണെങ്കിൽ ഇന്ന് വീഡിയോ കാണുമ്പോ തന്നെ ഒരു മുന്നിക്കൊന്നും വരില്ല. അത് തട്ടിട്ടിട്ടില്ലേ? ഞങ്ങള് മമ്മ നിങ്ങളുടെ അടിപൊളി ബിരിയാണി ആൻറ്റിൻ്റെയും വല്യമ്മേൻ്റെയും മക. അമ്മ എൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാൻ കേട്ടോ. ഞങ്ങള് തിരിച്ചു പോവുകയാണ്. ഇനി നേരെ വീട്ടിലോട്ട് പോകാണ് കേട്ടോ. ജിത്തുവിന്റെ ഫ്രണ്ട് ഇന്ന് ദുബായ് പോവാണ്. ഇതൊരു ഷോർട്ട് പിടിക്കാൻ കേട്ടോ അപ്പൊ വീട്ടിലോട്ടില്ല. പക്ഷെ ആക്ച്വലി ഇത് വൻ പാളലേക്കണ്ട് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ അത്രയും പരിതാപകരമാണ്. ഇവിടുന്ന് ആ തല വരെ ഇതേ അവസ്ഥയാണ്. ഇവിടെ അടുക്കുന്നുണ്ട് വീണ്ടും തന്നെ. കുറേ കാലമായിട്ട് ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ അധികൃതർ ഇതൊന്നും കാണുന്നില്ലേ? ഇവിടൊക്കെയാണ് കാര്യമായിട്ട് പണ്ടേ ഈ കോഴി വേസ്റ്റ് അങ്ങനത്തെ ഓരോ വേസ്റ്റ് ഉണ്ടാകുമല്ലോ, ഈ ഹോസ്പിറ്റലിലുള്ള വേസ്റ്റാള് അതൊക്കെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിക്കാണ്ട് ഇതായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിൽ കൂടെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഇതിൽ കൂടെ വരുമ്പോൾ ഭയങ്കര സ്മെല്ലാകും. ഇപ്പോൾ 2 വീലറിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കലൊക്കെ പോകുമ്പോൾ നമുക്ക് പറയും ഈ റോട്ടിൽ കൂടെ കയറണ്ട കേട്ടോ, മെയിൻ റോട്ടിൽ കൂടെ പോയാൽ മതി എന്നൊക്കെ പറയും. കാരണം വേസ്റ്റുകൾ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ കാറ്റ് നല്ല ഉണ്ടെങ്കിൽ ഇപ്പൊ കുറവാണ്. എന്നാല് ഇത് നിങ്ങളവിടെ എന്താ പറയാ? ഞങ്ങൾ ഇതിന് ചക്കപ്പായ എന്താ പറയാ അല്ലേ? ചക്കപ്പായല്ലോ ഇത്. കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് എന്നാണ് എൻ്റെ ഒരു അറിവ്. ചുറ്റും വീടെത്തി. ഇനി ഈ നാവൽപ്പഴം ഒന്ന് കഴിക്കണം. നാവൽപ്പഴം ഇഷ്ടമുള്ളൊരു കമന്റ് ഇട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ വല്യമ്മേൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. വല്യമ്മ അവിടെ കാത്ത് നിൽക്കണ്ട് എന്താണ് വരാത്തത് എന്ന് ചോദിച്ചിട്ട്. എന്നെ വന്നിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങള് റിതു. ജിത്തു ബാംഗ്ലൂർക്ക് പോകുകയാണ് തന്നെ. അപ്പോൾ ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഓനാക്കാൻ വേണ്ടിയിട്ട് പാണ്ടിക്കാട്ടിക്ക് വന്നതാണ്. ഓന് KSRTCക്കാണ് പോകുന്നത്. എനിക്ക് സങ്കടം ഉണ്ടടാ. എന്ത് സങ്കടം? ചാടിച്ചാലോട് കണ്ട് കുറച്ച് ലേറ്റാണ്. അപ്പൊ ഞങ്ങള് കോഫി കുടിക്കാൻ കരുതി. അപ്പൊ ബസ് വന്നു കേട്ടോ. ആയിക്കോട്ടെ. സംഭവം അവനക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആർക്കായാലും ഭയങ്കര സങ്കടമാവും. അതിപ്പോൾ പ്രവാസികൾക്കാണെങ്കിലും ഹോസ്റ്റൽക്കാണെന്നുണ്ടെങ്കിലും കല്യാണം കഴിച്ച് പോകുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഉമ്മാനെ വിട്ടും വീടും വിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഐ ക്യാൻ റിലേറ്റ് ദാറ്റ്. ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചതാണ്. അന്ന് എനിക്ക് ഇതേപോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അതേ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയതാണ്. ഭയങ്കര സങ്കടമായിരുന്നു. ഞാനപ്പോൾ ജിത്തുവിനൊക്കെ ആക്കി വീടെത്തിയിട്ടുണ്ട്. വീടെത്തി ഇനി കിടക്കട്ടെ. നാളെ ഒരു വർക്ക് ഉണ്ട്.
ആ വർക്കിന് പോകാൻ കുറച്ച് നേരത്തെ എണീക്കണം. ഇപ്പം കിടന്നാലുള്ളൂ അപ്പോൾ ഒരു ക്ഷീണമില്ലാതെ എണീക്കാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.